സ്വച്ഛന്തമായൊഴുകുന്ന ചന്ദ്രഗിരിപ്പുഴയോരത്ത് അറിവിൻ്റെയും ആദർശത്തിൻ്റെയും പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മർഹൂം താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെയും അറിവാഴങ്ങളുടെ ദീർഘവീക്ഷണം കൊണ്ട് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമെന്ന ചിന്തകളെ സാക്ഷാത്കരിച്ചെടുത്ത മർഹൂം നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും അതിന് നിലമൊരുക്കിയ മർഹൂം കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജിയുടെയും മറ്റനേകം പണ്ഡിത നേതാക്കളുടെയും ആത്മാർപ്പണത്തിന്റെ ത്യാഗോജ്ജല കഥകൾ അയവിറക്കി സഅദിയ്യ വളരുകയാണ്. സ്വാതന്ത്ര്യാനന്തരം ജീവിത സാഹചര്യങ്ങളോട് ജനങ്ങൾ ഇഴുകിച്ചേരുന്നതേയുള്ളൂ. പലരും പശിയടക്കാൻ മാത്രം ഒരായുസ് ജീവിച്ചു തീർക്കുന്നു. വൈജ്ഞാനിക മധുരം അവരുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറമായിരുന്നു. അന്നാരും ചിന്തിക്കാത്ത നിരാലംബ ഹൃദയങ്ങളുടെ മിടിപ്പുകൾ ആ മഹാമനീഷിയെ തളർത്തിക്കൊണ്ടിരുന്നു. പിന്നീട് ആയിരങ്ങളുടെ ധാർമ്മിക കലാലയമായി 1983 പിറവിയെടുത്ത സഅദിയ്യ ഓർഫനേജിന്റെ തുടക്കമാണിത്. പിതാവിന്റെ വിയോഗത്തോടെ നിരാലംബരായ വിദ്യാർത്ഥിനികളെയാണ് ഔപചാരിക ധാർമ്മിക വിദ്യാഭ്യാസവും ആത്മീയ ചുറ്റുപാടുകളും പ്രാഥമിക സൗകര്യങ്ങളുമെല്ലാം നൽകി ജീവിതത്തിന്റെ സ്വനിലനിൽപ്പ് വരെ സഅദിയ്യ സമുദ്ധരിക്കുന്നത്. KG മുതൽ PG വരെയും ശേഷം സ്വയാർജിത മേഖലയിൽ സമർത്ഥരാകും വരെയും ഭൗതിക വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യയിലും കലാകായിക മേഖലയിലും പരിശീലനം, കമ്പ്യൂട്ടർ, ഓട്ടോമൊബൈൽ, ഡ്രൈവിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എന്നിവയിൽ കൃത്യമായ പാഠ്യപദ്ധതികളുടെ പിൻബലം, മികച്ച പഠിതാക്കൾക്കും MBBS അടക്കമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കും പഠന സഹായങ്ങൾ, അനാഥകളുടെ വിവാഹ സഹായങ്ങൾ, ചെറിയ അനാഥ മക്കളെ മാതാവിനോടൊത്ത് വീട്ടിൽ സംരക്ഷിക്കുന്ന ഓർഫൻ ഹോം കെയർ പദ്ധതി, ഇതെല്ലാമാണ് സഅദിയ്യ മഹബ്ബ വില്ലയിലെ അനാഥ മക്കൾക്ക് വേണ്ടി സഅദിയ്യ ഒരുക്കുന്നത്. പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പലരുമിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ പാഥേയങ്ങളിൽ സന്തുഷ്ടരാണ്. അനാഥ പെൺകിടാങ്ങൾ പലപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാകുമായിരുന്ന സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് അവർക്ക് ഗാർഹികാന്തരീക്ഷത്തിൽ പഠനവും പാർപ്പിടവും നൽകി സംരക്ഷിക്കുന്ന സഅദിയ്യ ബനാത്ത് ഓർഫനേജ് സഅദിയ്യയുടെ മറ്റൊരു പൊൻതൂവലാണ്. ജീവിതത്തിന്റെ മനോഹരമായ നാളുകളിലേക്ക് ചുവടുവെച്ച് പുറത്തിറങ്ങിയവരും സഅദിയ്യയുടെ തണലിൽ സുമംഗലികളായവരും നിരവധിയാണ്. ഇന്ന് 300ഓളം യതീം മക്കളാണിവിടെ വളർന്നു വരുന്നത്. അവരുടെ ഭക്ഷണം, വസ്ത്രം, പഠനം, താമസം, ചികിത്സ തുടങ്ങി ജീവിത വ്യവഹാരങ്ങൾ അഖിലവും മാസാന്തം 20 ലക്ഷത്തോളം ചിലവ് വരുന്നു. സഹൃദയരായ ജനങ്ങളുടെ സംഭാവനകളും നേർച്ചകളുമാണിവിടെ മുതൽക്കൂട്ട്. പിതാവിന്റെ വിയോഗത്തിൽ നിരാശ്രിതരായവരെ തത്തുല്യമായ സേവന സൗകര്യങ്ങൾ നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ആത്മീയമായും ഭൗതികമായും പാകപ്പെടുത്താനുമുള്ള ഈ സദുദ്യമത്തിൽ നിങ്ങളും ഒരു കയ്യൊപ്പ് ചാർത്തുക.